പുതിയവിള മസ്ജിദു മഗ്ഫിറയിൽ മദ്രസ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ശിലാസ്ഥാപനവും യു അബ്ദുൽ വാഹിദ് ദാരിമി സ്കോളർഷിപ്പുകളുടെ വിതരണവും നിർവഹിച്ചു. പുതിയവിള മസ്ജിദ് മഗ്ഫിറ മദ്രസ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ശിലാസ്ഥാപനം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളെ വഴിമാറ്റുന്നതിന് പലവിധ പ്രവർത്തനങ്ങളും നടന്നു വരികയാണെന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. തിന്മകൾ വളരുമ്പോൾ തിന്മകളുടെ കൂടെ ഒഴുകുന്ന ചപ്പുചവറുകൾ ആകാതെ അതിൽ പ്രതിരോധിച്ച് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞ് നന്മയെ തിരഞ്ഞെടുക്കുവാൻ മനസ്സും ചിന്തയും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ്ഥാനം എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത്തരം സംരംഭത്തിന് വേണ്ടി നൽകുന്ന ഒരു നാണയത്തൊട്ടുകൾ ജാരിയ സ്വതക്കയാണ്. കാരണം ഈ മദ്രസ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ ധാരാളം വിദ്യാർത്ഥികളോട് പഠിച്ചുകൊണ്ട് അവർ ദീനി ബോധത്തോടു കൂടി വളരുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ചവർക്ക് അതിന് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. മദ്രസയിൽ നിന്ന് ഓരോ ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതുതന്നെ അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നു, മറ്റ് ദീനി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതൊക്കെ തന്നെ വലിയ നന്മകളാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ സംരംഭത്തിന് വേണ്ടി മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ സഹായങ്ങൾ ചെയ്യണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താറുള്ളത്. 30 ലക്ഷത്തോളം രൂപയാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇതിനു വേണ്ടി നൽകുന്ന ഒരു നാണയത്തൊട്ടുകൾ പാഴായി പോകുന്നതല്ല. ഇത് മാത്രമല്ല, ഈ ലോകത്ത് പരലോകത്തും വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സൽക്കർമ്മമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മയുണ്ടായാൽ ഐക്യത്തോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മദ്രസയുടെ നിർമ്മാണം ഇത്രയും തുടങ്ങി പൂർത്തീകരിച്ച് അവിടെ ക്ലാസ് തുടങ്ങാൻ സാധിക്കും. അതിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. യു അബ്ദുൽ വാഹിദ് ദാരിമി സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനവും അദ്ദേഹം നടത്തി. മസ്ജിദ് പരിപാലന സമിതി പ്രസിഡന്റ് ജലീൽ നജ്ലാസ് അധ്യക്ഷനായി. ചീഫ് ഇമാം ഉവൈസ് ഫൈസി പതിയാങ്കര മുഖ്യപ്രഭാഷണം നടത്തി. റേഞ്ച് സെക്രട്ടറി എം അബ്ദുൽ വാഹിദ്, നിസാമുദ്ദീൻ അമാനി, നവാസ് ബാക്കബി, ജമാഅത്ത് സെക്രട്ടറി അഷ്റഫ് ദാറുത്തൈബ, ജോയിന്റ് സെക്രട്ടറി മുബഷീർ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.